ഒരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കി കൊടുത്താലോ പിള്ളേർക്ക് എന്ന് വിചാരിച്ചിട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസില്ലേ അതൊരു 1/4 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 നേന്ത്രപ്പഴല്ലേ അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, വല്ലാണ്ട് തിന്നായി പോയത്. അത് കട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെസേർട്ടായിട്ടോ. ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചുമായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴല്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ആവശ്യത്തിൽ കൂടുതലായിട്ട് കുറച്ച് മുന്തിരിയില്ലേ മുന്തിരിയും 1 കപ്പോളം തേങ്ങ ചിരവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് ഏലക്കയും കൂടി പൊടിച്ചതും കുറച്ച് ബദാമോ അല്ലാതെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കളർ മാറിയ ശേഷം ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതേ ചീഞ്ചട്ടിയിലേക്ക് ഞാൻ ഒരു വലിയൊരു കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റോസ് ബ്രാൻഡിൻ്റെ ആ ഒരു കൈമ റൈസില്ലേ അത് ഒരു 1/4 കപ്പ് കഴുകിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം അളവൊന്നുമില്ല, ആ അരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടോ. നമ്മൾ സാധാരണ നെയ്ച്ചോറിന് വെക്കുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അതൊന്ന് വെന്ത് വെള്ളം വറ്റി വരുന്ന സമയത്ത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടുതൽ വേണ്ട, ആ ഒരു ടേസ്റ്റ് അല്ലാണ്ട് മധുരമായിപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൽ കുറച്ച് പാലും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു മിക്സും കൂടി ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോഴേക്ക് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു പരുവാകുന്ന സമയത്ത് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് വേണമെങ്കിൽ വാനില എസൻസും കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡ് ലെയറിൽ നമ്മൾ നേരത്തെ ഇതാക്കിയിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പഴം അതിലേക്ക് വെച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ലെയർ ആക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ടോപ്പിലും ഇതേപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഇനി സിംഗിൾ ബൗളാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നല്ലോണം ഒന്ന് തണുപ്പിക്കുക. ഇനി ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ. ഞാൻ കുറച്ച് നേരം തണുപ്പിച്ച ശേഷമാണ് ഒരു ടീസ്പൂൺ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.